ശ്രുതി ടീച്ചറാണ്. ഹാപ്പി അല്ലേ എല്ലാവരും? അപ്പം നമ്മൾ ഇന്നൊരു കാര്യം പഠിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങളെ വീട്ടിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ നോക്കി 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 അത് ഇത് അല്ലേ, TV, ഫ്രിഡ്ജ്, മിക്സി, സോഫ, കട്ടിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ പറയാറുണ്ടാവും. അപ്പോൾ അത് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണ്ടേ? അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്നാണ്. മുറികൾ, കുറേ മുറികളുണ്ട് അല്ലേ? ഞാൻ പറയുന്ന മുറികളൊന്നും അല്ല, അതിലും കൂടുതൽ മുറികൾ നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തൊക്കെ മുറികളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് എന്ന് നിങ്ങൾ നോക്കൂ. അടുക്കളയുണ്ട് അല്ലേ? അടുക്കള നിങ്ങളുടെ വീട്ടിലില്ലേ? അതിന് നമ്മൾ കിച്ചൺ എന്ന് പറയാറുണ്ട്. കിച്ചൺ അല്ലേ, അടുക്കള. പിന്നെയോ കിടപ്പുമുറി, ബെഡ്റൂം, അതാണ് കിടപ്പുമുറി. കിടക്കുന്ന മുറി ആയതുകൊണ്ടാണ് കിടപ്പുമുറി എന്ന് പറയുന്നത്. പിന്നെ ഒരു വരാന്ത ഉണ്ടാവും. പിന്നെ എന്താണ്? കുളിമുറി ഉണ്ടാവും. പിന്നെ എന്തൊക്കെ മുറികളാണ് ഉണ്ടാവാറ്? ബാത്റൂമാണ് കുളിമുറി, അറിയാലോ, കുളിക്കുന്ന മുറി. പിന്നെ എന്തൊക്കെ മുറികളാണ് ഉണ്ടാവാറ്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, എന്തൊക്കെ മുറികളാ വീട്ടിലുണ്ടാവാറ്? കലവറ ഉണ്ടാവാറുണ്ടോ? കലവറ നമ്മൾ സ്റ്റോർ റൂം എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ കലവറ അതും വീട്ടിലെ ഒരു മുറിയാണ് അല്ലേ? കലവറ, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കുക സാധനങ്ങളൊക്കെ. കലവറ, അടുക്കള, കിടപ്പുമുറി, വരാന്ത, കുളിമുറി അല്ലേ? സ്വീകരണ മുറി. അപ്പം നമുക്ക് എന്തൊക്കെ, വേറെ എന്ത് മുറിയുള്ളത്? സ്വീകരണ മുറി, സ്വീകരിച്ചിരുത്തുന്ന എല്ലാവരെയും അല്ലേ? സ്വീകരണ മുറി അല്ലേ? സ്വീകരണമുറി. അതുപോലെ വീട്ടിലുള്ള കുറേ ഉപകരണങ്ങൾ ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? മിക്സി ഉണ്ട്. മിക്സി എന്നൊക്കെ എങ്ങനെയാ എഴുതുക? മിക്സി എന്നൊക്കെ എഴുതാൻ അറിയോ? ദാ മിക്സി അല്ലേ? മിക്സി ഉണ്ട്. പിന്നെ വീട്ടിലല്ലാതെ അടുക്കളയിലൊക്കെ കുറേ ഉപകരണങ്ങൾ കാണാറുണ്ടല്ലോ. ചിരവ, അതുപോലെ വേറെ എന്താണ്? ചൂല്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഉള്ള വസ്തുക്കളെ പേര് എഴുതാൻ പറഞ്ഞാലും ഉപകരണങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വിവിധ തരം വീടുകളെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? വിവിധ തരം വീടുകൾ നിങ്ങൾക്കറിയാലോ. ഏതൊക്കെയാണ്? ഇഗ്ലൂ, കോൺക്രീറ്റ് വീട്, ഓട് വീട് അല്ലേ? അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്തൊക്കെയാണ്? ഇഗ്ലൂ, ഫ്ലാറ്റ്, ഓട് വീട്, ഏറുമാടം, കോൺക്രീറ്റ് വീട്, ഹൗസ് ബോട്ട്, ടെൻറ്റ്, ഷീറ്റ് വീട്, അങ്ങനെ കുറേ വീടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീടുകളെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ.